ശ്രീമതേ ജയപതാക സ്വാമിനി ദീനാമിനി നമാചാര്യപദായ നിതായ് കൃപപ്രദായിനേ ഗൗരഗദാമദായ നഗരഗ്രാമധാരിണി നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ദീനാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഭക്തവൃന്ദ ഭജ ഭക്തവൃന്ദ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ഗുരുദേവാ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ പ്രഭുപദാ ജയ പ്രഭുപദ നിതായ് ഗൗര ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ജയ് ശ്രീല ഗുരുദേവ് കി ജയ് ശ്രീല പ്രഭുപാദ് കി ജയ് ആദ്യമായി ഹരേ കൃഷ്ണ പ്രഭു എല്ലാവർക്കും കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ക്ലിയർ ആണ് മാതാജി. ഹരേ കൃഷ്ണ. ആദികർത്ത പ്രഭുവിന് എന്റെ വിനീതമായ പ്രണാമം. ജ്ഞാനാംബിക മാതാജി എന്റെ ക്ലാസ്സിലുള്ളതാണ്. ഞങ്ങൾ വൃന്ദാവന യാത്രയിൽ വെച്ച് ഇവര് സംസാരിക്കാനിടയായി ട്രെയിനിൽ അങ്ങനെ പരിചയമായി. പ്രഭു എനിക്ക് അവസരം തന്നതിന് ഞാൻ നന്ദി പറയണം. ഗുരുമരാജിന്റെ പാദത്തിലും ശ്രീല പ്രഭുവിന്റെ പാദത്തിലും ഭഗവാന്റെ പാദത്തിലും നന്ദി. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് എനിക്ക് തന്നിരിക്കുന്നത് ഇന്നലെ ഗുരു മഹാരാജിന്റെ വ്യാസപൂജയായിരുന്നു. ഇതിൽ എത്ര പേർക്ക് അറിയും, എത്ര പേര് ദീക്ഷിതരാണ്, അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഗുരുവിനെ എടുത്തവര് ഉണ്ടാവുമല്ലോ കൂടുതലോ, അല്ലേ പ്രഭു? പറയണോണ്ട് കുഴപ്പമില്ലല്ലോ ഗുരുമഹാനെ കുറിച്ച്? ഇല്ല ഇല്ല, പറഞ്ഞോട്ടെ. അപ്പൊ ഗുരുമഹാരാജിന്റെ എപ്പോഴും എനിക്ക് ഓർമ്മകളോ അല്ലെങ്കിൽ ഞങ്ങള് വ്യാസപൂജയ്ക്ക് എന്നല്ല എന്തും ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് മറ്റു ഭക്തന്മാരുടെ കേൾക്കാനും അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അവരെ കുറിച്ച് പറയാനുമാണ്. ഇപ്പൊ ഇന്നിപ്പോ എന്നോട് എൻ്റെ കുറച്ച് അനുഭവങ്ങളും പ്രഭുജി പറഞ്ഞിരിക്കുകയാണ്. എന്നിൽ പരമാവധി എനിക്ക് ഭഗവാനെ ഗുരു തോന്നിപ്പിക്കുന്നത് ഇവിടെ ഞാൻ പറയാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് എല്ലാവരും ഗുരുവിനെ എടുത്തിട്ടുണ്ടാവില്ലേ, അപ്പൊ ഗുരു എന്താണ് എന്ന് അറിയുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ഗുരു തത്വം അല്ലെങ്കിൽ ഗുരു പരമ്പര. കാരണം പ്രത്യേകം ഇതില് ഇപ്പൊ കേരളത്തില് ഒട്ടുമിക്കവാറും എല്ലാവർക്കും അങ്ങനെ അതിനോടൊന്നും അല്ലെങ്കിൽ എന്താണ് ഈ ഗുരു അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മള് ചെറുപ്പം തൊട്ട് കേട്ട് വളർന്നാണത് ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം
തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇത് എല്ലാവർക്കും അറിയാം അല്ലെ? മലയാളികളുടെ എന്താണ് ഭഗവത്ഗീതയാണ് ജ്ഞാനപ്പാന, നാരായണീയം ഭാഗവതമാണെന്നാണ് പറയപ്പെടുക. അപ്പൊ ഇത് ജ്ഞാനപ്പാനിൽ ഈ വരികൾ എല്ലാവർക്കും അറിയാം. നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞാലും ഇതിന്റെ അർത്ഥമൊന്നും അറിയാതെ ഇങ്ങനെ തത്തമ്മയെ പൂച്ച പൂച്ച അവർ നമ്മൾ ജപിച്ചിരുന്നു. പക്ഷെ ഭഗവാന്റെയൊക്കെ കാരുണ്യം കൊണ്ട് നമ്മള് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരാനിടയായി. അപ്പൊ അത് കാരണം നമുക്ക് എന്താണ് ഗുരു പരമ്പര എന്നൊക്കെ അറിയാനും നമുക്ക് സാധിച്ചു. ഇതില് ഈ എന്താണ് നമ്മള് കൂടുതലായിട്ടും ഗുരു മഹാരാജിനെ കുറിച്ച് നല്ല ശ്രീല പ്രഭുപാദിനെ തന്ന തന്നെ ഗുരു മഹാരാജാണ്. അപ്പൊ ആ ഗുരു മഹാരാജിനെ എപ്പോഴും നമ്മൾ നന്ദിയുണ്ട് എല്ലാ ഭക്തന്മാർക്ക് ആദ്യം. കാരണം വൈഷ്ണവരുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഇതിലൊരു ഭക്തി വൃക്ഷയിലോ അല്ലെങ്കിൽ പുതുതായ ആയിട്ട് വന്നത്. ഞങ്ങൾ അവതാരി ദേശിലായിരുന്നു. അവതാരി ദേശ് പറഞ്ഞാൽ അബുദാബി കേട്ടോ, അവിടെ ആയിരുന്നു. അവിടെ അമ്പലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഗീത ക്ലാസ് പറഞ്ഞിട്ട് പോയത്. വളരെ സീരിയസ് ആയിട്ട് പോയതൊന്നുമല്ല. പക്ഷെ ഗുരുവിന്റെ കൃപ കൊണ്ടാണ് ഇത്രയും എത്തിച്ചതും ഇവിടെ ഇത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഭക്തിശാസ്ത്രി പഠിച്ചവർക്കറിയാം, അല്ലെങ്കിൽ തന്നെ ചൈതന്യ ചരിതാമൃതം കേട്ടവർക്കറിയാം, ബ്രഹ്മാണ്ട ഭ്രമിതി കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദപായ ഭക്തി ലതാ ബീജ. അതിന്റെ അർത്ഥം നമ്മള് കുറേ ബ്രഹ്മാണ്ടങ്ങളായിട്ട് ഈ നമ്മളാവുന്ന ജീവാത്മാവ് കടന്ന് അലഞ്ഞ് ഓരോ ലോകങ്ങളിലും പോയിട്ട് അവസാനം ആണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരിൽ ആരുടെയും മുൻപിൽ പെടും. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ ഭാഗ്യം കിട്ടുക, ഗുരുവിനെയും പരമ്പരയൊക്കെ. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാനും. അങ്ങനെ ആ ഗുരുമഹാരാജിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഗുരുമഹാരാജിനെ കണ്ടത് തൊട്ടിട്ട് പറയാം കേട്ടോ. ഞങ്ങള് 99-ലാണ് ജോയിൻ ചെയ്തത്. തൃശ്ശൂരിലുള്ള ബലരാം പ്രഭുവും ഇന്ദിരാമാജിയാണ് എൻ്റെ ഗുരുക്കന്മാര്. എൻ്റെ അമ്മാവന്റെ റിലേറ്റീവ്സ് ആണ്. അങ്ങനെ അമ്മാവൻ പരിചയപ്പെടുത്തിയതാണ് അവര്. അങ്ങനെയാണ് ഞങ്ങള് പോവാൻ സാധ്യതയായത്. അങ്ങനെ അവിടെ ദുബായിൽ വെച്ച്, ഞങ്ങൾ അബുദാബിയിലായിരുന്നു. ദുബായിൽ ഗുരുമഹാരാജന്റെ ദീക്ഷയൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ആദ്യമായി പോയത്. അപ്പൊ ഗുരുമഹാരാജ് പ്രോഗ്രാമിന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ അങ്ങനെ തുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പൊ ആദ്യം നമുക്കൊന്നും അറിയില്ല, തുടക്കക്കാരിയാണ്. അപ്പൊ ഒരു സന്യാസികളൊക്കെ നമ്മളെ തുറച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഞാന് ഡിവോട്ടികളുടെ പുറകിൽ പോയി നിന്നു. തിരിച്ചു പോകുമ്പോഴും അപ്പൊ എല്ലാവരും ഹരിബോൽ, മാതാജിക്ക് ഷെൽട്ടർ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗുരുമഹാരാജ് അവതാരി ദേശിൽ വരാനിടയായി. അപ്പൊ അതിന്റെ പ്രോഗ്രാമൊക്കെ കോർഡിനേഷൻ ഞാനായിരുന്നു. അതൊന്നും ഗുരുമഹാരാജിന് അറിയില്ല ശരിക്ക്. ഗുരുമഹാരാജ് പെട്ടെന്ന് വന്നാണ്. അപ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിൽ നിന്ന് സീനിയർ ഡിവോട്ടീസ് ഒക്കെ വന്ന് ഗുരുമഹാരാജിന് പ്രസാദം ഉണ്ടാക്കലും ബിസി ആയിരുന്നു. അപ്പൊ ഗുരുമഹാരാജ് ആ തിരക്കിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ആർ ദ കോർഡിനേറ്റർ റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു യാത്ര ലീഡർ പറഞ്ഞു കാണും, അവിടെ കുറച്ച് പേരേ ഉള്ളൂ അബുദാബിയിൽ. അപ്പൊ പ്രഭു പറഞ്ഞു, ഞാൻ പറഞ്ഞാലും ഇതിൽ കുറെ പുതിയ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ആരാണ് പറഞ്ഞിട്ടാണ്. അപ്പൊ ഗോ ആൻഡ് ടേക്ക് ഷെൽട്ടർ. അപ്പൊ നമുക്ക് എന്താ ഷെൽട്ടർ എന്നൊന്നും അറിയില്ല. പക്ഷെ ഗുരുമഹാരാജ് വിളിച്ച് എനിക്ക് ഷെൽട്ടർ തന്നു. അതിന്റെ പിന്നത്തെ വർഷം ദീക്ഷയും തന്നു. 2002 ഞാൻ ഗുരുമഹാരാജിന്റെ ദീക്ഷ എടുത്തു. അപ്പൊ എന്റെ പേര് മാനസി രാധിക ദേവിദാസി എന്നാണ്. അങ്ങനെ ഒരു അനുഭവം. പിന്നെ ഞങ്ങള് ഇനീഷ്യേഷന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടേക്ക് പോയി, മായാപൂര്, വൃന്ദാവനം, എല്ലാ ഡിവോട്ടീസിന്റെ കൂടെ. അപ്പൊ ആദ്യം ഇറങ്ങിയത് കൽക്കത്തയിലായിരുന്നു, ഫ്ലൈറ്റ് ഗൾഫിൽ നിന്ന് വരുമ്പോ. അങ്ങനെ കൽക്കത്ത ടെമ്പിളില് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോ ഡിവോട്ടീസ് അറേഞ്ച് ചെയ്തിരുന്നു റൂംസ് ഒക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ രാത്രി ലേറ്റ് ആയി, കുറച്ച് ഫ്ലൈറ്റ് ഡിലേ ആയി. അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ലെറ്റർ അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ് കൊടുത്തിരിക്കണം, ഞങ്ങളുടെ മുതിർന്ന ഒരു ഗുരുവും ഇസ്കോണിന്റെ ഒരു ഗുരു സന്യാസി വന്നുകൊണ്ട് നിങ്ങളുടെ ഇത് കുറച്ച് റൂംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട്, ക്ഷമിക്കണം, പക്ഷെ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങ് ഈ റൂമിൽ എത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് റൂമുകളിലൊക്കെ പോയി. അപ്പൊ പെട്ടെന്ന് എന്തിനോ ഞാൻ പുറത്ത് വന്നപ്പോ ഒരു റൂമിന്റെ പുറത്തൊരു ചപ്പലിരിക്കണം, എവിടെയോ കണ്ട് പരിചയം എന്ന് വിചാരിക്കുമ്പോഴേക്കും ഒരു മുതിർന്ന പ്രഭു വന്ന് അതിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയിട്ട് പ്രഭു എന്ന് വിളിക്കുമ്പോഴേക്കും
ഞങ്ങളുടെ ഗുരു മഹാരാജ് റെസ്റ്റ് എടുക്കണമെന്ന് വളരെ ലോ വോയിസിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പൊ ഞാൻ വിച്ച് ഗുരു എന്ന് ചോദിച്ചു. ജയപതാക സ്വാമി ഗുരു മഹാരാജ്. ഞാൻ ഓ വാവ് എന്റെ ഗുരുവാണ് പ്രഭു, മൈ ഗുരു മഹാരാജ് എന്ന് ഞാനും പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പൊ അവർ ഓ യു ആർ മൈ ഗോഡ് സിസ്റ്റർ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും റൂമിൽ നിന്ന് എന്താ നടക്കണമെന്ന് വെളിയിൽ വന്നപ്പോ പ്രഭു പറഞ്ഞു എല്ലാവരും ഉള്ളിപ്പോ ഗുരു മഹാരാജ് നാളെ വാക്കിങ്ങിന് പോവും, അപ്പൊ എല്ലാവരും വന്നോളൂ പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഉറപ്പമില്ല, ഉറക്കത്തിൽ പെടുക, വാക്കിങ്ങിന് പോണം. എല്ലാവരും നേരത്തെ കുളിച്ച് റെഡിയായി താഴെ ക്യാബിനിൽ പോയി. പക്ഷെ കുറെ സീനിയർ ഡിവോട്ടീസും ഗുരുമഹാരാജും കൂടി കാറിൽ കയറിപ്പോയി. ഞങ്ങള് പിന്നാലെ വേറൊരു ടാക്സി പിടിച്ചു പോയി. അവിടെ എത്തിയപ്പോ കൽക്കത്തയിലുള്ള ഒരു പാർക്കിൽ നടക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും കൂടി പോകുമ്പോ അവര് കടഞ്ഞു ടിക്കറ്റ് എടുക്കണം പറഞ്ഞ് ഗുരുമഹാരാജും ഡിസൈപ്പിൾസും കയറിപ്പോയി. അപ്പൊ ആ പാർക്കിൽ ഇങ്ങനെ നടന്നു വരും. ഗുരുമഹാരാജ് അന്ന് ഭയങ്കര ഒരു പേഴ്സണാലിറ്റിയും, ഗുരുമഹാരാജിന്റെ ഒപ്പം നടക്കാനൊന്നും ആർക്കും സൈക്കിള് ഓടണം. അപ്പൊ ഞാൻ പറഞ്ഞു ഗുരുമഹാരാജ് ഇങ്ങനെ റൗണ്ടിൽ വരികയാണെങ്കിലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാ പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ശരി പറഞ്ഞ് അതേപോലെ ഗുരുമഹാരാജ് വരണു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നമസ്കരിച്ചു. അപ്പൊ ഗുരുമഹാരാജ് ദൂരത്ത് നിന്ന് ഇങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ചിരിയൊക്കെ ഉണ്ട്. പറഞ്ഞു ഓ യു ആൾ ദ വേ ഫ്രം അബുദാബി ചോദിച്ചു എന്നോട്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും നമസ്കരിച്ചപ്പോ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു. അബുദാബിയിലെ ഡിവോട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഓ കൂടെയുള്ള പ്രഭൂസ് ഒക്കെ ഓ ഹരിബോൽ മാതാജി പറഞ്ഞു. എല്ലാവരും എന്റെ അടുത്ത് വന്ന് തൊഴും. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ആം ദ ഓർഡിനറി മാതാജി, ഐ എം നോട്ട് യാത്ര ലീഡർ ഓർ സംതിങ്. അപ്പൊ ദെൻ യു ആർ അഗെയിൻ ഗ്രേറ്റ്. എന്നിട്ട് കൂടി ഗുരുമഹാരാജിന് ഓർമ്മ. കാരണം ഇത്രയും ഗൾഫ് കൺട്രീസ് എന്നല്ല, എല്ലാവിടെയും ഫോറിൻ കൺട്രീസിലൊക്കെ ഗുരുമഹാരാജ് പ്രീച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഡിസൈപ്പിൾസ് ഉണ്ട്. എന്നിട്ട് ഗുരുമഹാരാജിന് എന്നെ ഓർത്തുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായി. അപ്പൊ എനിക്കും അത് എന്തെന്നില്ലാത്ത സന്തോഷമായി. അതുപോലെ തന്നെ വീണ്ടും അബുദാബി വരുമ്പോ പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗുരുമഹാരാജിന് കയപ്പയ്ക്ക ഫ്രൈ, രസം, അങ്ങനെ എന്തൊക്കെയോ കുറെ പൊരി ഉണ്ട, എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. അങ്ങനെ ഗുരുമഹാരാജിന് ജഗന്നാഥിന് ചപ്പം പോകിനേക്കാട്ടിലും ഉണ്ടാവും ഗുരുമഹാരാജിന്റെ ഐറ്റംസ്. ഗുരുമഹാരാജ് പാവം ഇങ്ങനെ 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 ആക്കിയിട്ട് നമുക്ക് മഹാപ്രസാദാക്കി തരും. കാരണം ഇതൊക്കെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു മനുഷ്യന്. എന്നിട്ടും അങ്ങനെയാണ്. അപ്പൊ ഒരു റൂമിൽ അടച്ച് കുറെ ടെമ്പിൾ പ്രസിഡന്റ്സും ആരൊക്കെയോ മാതാജിമാരും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. എല്ലാവരും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ അകത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സീനിയർ മാതാജികളെ എന്നോട് മെല്ലെ കഥക് തുറന്ന് എത്തി നോക്കാൻ പറഞ്ഞു. എത്തി നോക്കുമ്പോഴേക്കും ഗുരുമഹാരാജ് ഇങ്ങനെ നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കണ്ടാ കാണില്ലോ, എപ്പൊ കണ്ടാലും അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ വാ പറഞ്ഞു. എന്നിട്ട് ഐ തിങ്ക് യു മെയ്ഡ് കരയില ആൻഡ് രസം, അങ്ങനെ ആ രണ്ട് മൂന്ന് ഐറ്റത്തിന്റെ പേര് പറഞ്ഞപ്പോ എല്ലാവരും ഹരിബോൽ എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും വോയിസ് സ്റ്റോക്കപ്പ്. പക്ഷെ ഇങ്ങനെ ഗുരുമഹാരാജ് ഇത് അറിഞ്ഞു. ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പൊ ഞാൻ പേടിച്ചു നിന്നപ്പോ കം ആൻഡ് സെർവ് മീ ആസ് എ മദർ. അപ്പൊ എനിക്ക് പേടിയായിട്ട് കൈ പറിച്ച സെർവ് മാതാജി കൊണ്ട് വേറെ പ്രഭൂസ് ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് എന്റെ പേടി കണ്ട് ടെൻഷൻ കണ്ടിട്ട്. അപ്പൊ എന്തൊക്കെയോ ഒരു എംബാരസ്മെന്റ് സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഷാർജയിലും എവിടെ വന്നാലും യു എയില് ഗുരുമഹാരാജ് വന്ന ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും അവിടെ കൂടും. ഷാർജയിൽ വന്നപ്പോഴും ഞങ്ങള് എല്ലാവരും അവിടെ പോയിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ നമസ്കരിക്കുമല്ലോ, തലയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമസ്കരിക്കാൻ പറയും സീനിയർ പ്രഭൂസൊക്കെ. അങ്ങനെ നമസ്കരിക്കുമ്പോ ഗുരുമഹാരാജ് അപ്പോഴേക്കും ഓരോരുത്തർ വന്ന് സൈൻ ഇടുക, വായിക്കാൻ പറയുക. അപ്പൊ ഗുരുമഹാരാജ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ആ ഒരു ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വേറെ പ്രഭൂസൊക്കെ പറയും ഇങ്ങനെ മാതാജി കുറച്ച് അകലെ നിന്ന് നമസ്കരിക്കൂ എന്നൊക്കെ പറയും. കാരണം തൊടാൻ പാടില്ല സന്യാസിസിനെ. അപ്പൊ നമ്മളെല്ലാവരും പേടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഗുരുമഹാരാജ് അപ്പൊ അപ്പോഴും എല്ലാവരും ഓ ഹരിബോൽ മാതാജി എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ അനുഭവങ്ങൾ കേട്ടോ. അങ്ങനെ അങ്ങനെ ആക്ച്വലി ഇത് എന്നെ ബൂസ്റ്റ് ചെയ്യാനല്ല, ഗുരുമഹാരാജിന്റെ കാരുണ്യത്തെ പറ്റി പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ വേറെ കുറെ ഡിവോട്ടീസ് ഉണ്ട്. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുമഹാരാജ് തിരിച്ചറിഞ്ഞത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അതാണ്. കാരണം ഇത്രയും കുറെ സീനിയേഴ്സ് ഉണ്ട്, അവയിലൊക്കെ വെച്ച് എന്നെ തിരിച്ചറിഞ്ഞു പറഞ്ഞെങ്കിൽ ഞാനായിരുന്നു പതിതാത്മാവ്. അപ്പൊ എന്നെ തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്നെ പിടിച്ച് ഹുക്ക് ചെയ്യണം. നമ്മള് ഫിഷർമാൻ മത്സ്യം എടുത്ത് ഇങ്ങനെ ഇത് പിടിക്കുന്നത് പോലെ. അപ്പൊ ഉടനെ ഗുരുമഹാരാജ് അല്ല അങ്ങനെ ഗുരുമഹാരാജ് ഒരുപാട് അനുഭവങ്ങൾ
ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവതാരിദേശിലെ എല്ലാ ഡിവോട്ടികളും പ്രത്യേകം സീനിയർ ആയിട്ടുള്ള അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് ഗുരുവിനെ കിട്ടിയത്. പിന്നീടാണ് എന്റെ പ്രഭു ഗുരുവിനെയൊക്കെ സ്വീകരിച്ചത്. അപ്പൊ ആ ഇനീഷ്യേഷൻ സമയത്തും അതെ, ഞാനായിരുന്നു ആദ്യം എടുക്കണ്ടായിരുന്നു. എല്ലാവരും മുതിർന്നവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അവതാരിദേശിൽ. അപ്പൊ എല്ലാവരും കൂടെ എടുക്കുമ്പോഴും എല്ലാവരും കപ്പിൾസ് ആയിട്ടൊക്കെയാണ്. പിന്നെ പ്രഭുക്കൾ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരു മാതാജി അവര് ദോഹയിൽ വെച്ച് പ്രഭു എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് മാതാജി തനിയെ എടുക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തനിയാണ്. അപ്പൊ ഗുരുമഹാരാജ് എന്ത് ചോദിക്കുന്നൊന്നും അറിയില്ല. കാരണം പ്രഭൂസ് എന്താ എടുക്കുക, അല്ലെങ്കിൽ ആ പ്രഭുവിനെ വിളിച്ച് പെർമിഷൻ ചോദിക്കും ഹസ്ബൻഡുമാരെയൊക്കെ, അങ്ങനെയാണ് അത്ര. അപ്പൊ അങ്ങനെ എന്റെ പ്രഭു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പേടിയായി. കാരണം പ്രഭു എന്ത് പറയുന്ന അറിയില്ല. പ്രഭു അറിയില്ല, എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് അവള് എടുക്കണത്. ഞാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഒരുമിച്ച് എടുക്കൂ പറയുമോ, ഞാൻ എല്ലാം പ്രിപ്പയർ ആയി പരീക്ഷ പാസ്സായി. അങ്ങനെ അന്നൊക്കെ പരീക്ഷ ഹാളിൽ ഇരുന്ന് എക്സാം എഴുതും പോലെ ആയിരുന്നു. ഇന്നിപ്പോ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് ബ്രാഹ്മണിക്കിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ ഷെൽട്ടറിനും കൊടുക്കും. ഇനീഷ്യേഷന് പരീക്ഷ ഹാളിലൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാം കഷ്ടപ്പെട്ടൊക്കെ പാസ്സായി. പിന്നെ നമ്മൾ അത്ര ആഗ്രഹിച്ചു, എല്ലാ പുതിയ ഉടുപ്പ്, എല്ലാ ഡ്രസ്സ്, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ രാവിലെ മംഗളാരതിക്കൊക്കെ വന്നു സേവ ചെയ്തു. എന്നിട്ട് സന്ധ്യയായി കിട്ടുമ്പോ അങ്ങനെ ഗുരുമരാജ് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. ഒരു ആ ചിരിയുണ്ട്, അത് ഇപ്പോഴും എനിക്ക്. എന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇവിടെ വാ പറഞ്ഞു, കമിയർ, ഓക്കെ, വാട്ട് ഈസ് യുവർ പൊസിഷൻ ആൻഡ് വെൻ ഡിഡ് യുവർ കമ്മിങ് ടു മീ, അങ്ങനെ എന്തോ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിവേ ഐ ആം ഗോയിങ് ടു ഹെയർ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടി ഓ ഹരിബോൽ. അപ്പോഴാണ് എന്റെ ശ്വാസം വീണത്. അതായത് പെർമിഷൻ അല്ല, ഞാൻ അവൾക്ക് കൊടുക്കും എന്നുള്ള പോലെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഗുരുമരാജ് അങ്ങനെ ഫസ്റ്റ് എന്നെ വിളിച്ചത്, എനിക്ക് കാർമിക് നെയിം മിനി എന്നായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, യുവർ നെയിം ഈസ് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെങ്ങനെ. അതിനു മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും എന്നോട്. ഫോർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പറയാൻ ഞാൻ കണ്ണടച്ചിട്ട് മീറ്റ് ഈറ്റിംഗ് ഗാംബ്ലിംഗ് അങ്ങനെ വേഗം വേഗം പറയായിരുന്നു. ഇപ്പൊ ഓക്കെ വെയിറ്റ്, വിച്ച് മീറ്റ് യു വാണ്ട് ടു ഈറ്റ് പറഞ്ഞ എല്ലാവരും കൂടി ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നോ പ്രോബ്ലം പറഞ്ഞു. അപ്പൊ സോറി ഗുരുമരാജ്, നോ എന്ന് പറയുമ്പോഴേക്കും സാരില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിങ്ങനെ മാനസി രാധിക ദേവിദാസി എന്ന് പറഞ്ഞിട്ട് മാലയൊക്കെ തന്നു. അപ്പൊ ഒരു സീനിയർ ആയിട്ടുള്ള പ്രഭു പറഞ്ഞു, ആരാണോ ഭഗവാനെ ഏത് സമയവും മനസ്സിൽ വെക്കുന്ന ആ രാധയുടെ ദാസി, അല്ലെങ്കിൽ ആരെയാണോ ഭഗവാൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ രാധയുടെ ദാസി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവരുടെയൊക്കെ മേഴ്സി. എനിക്ക് അതിന്റെ അർത്ഥമൊന്നും അന്ന് അറിയില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് സത്യത്തിൽ അവിടെ വരുമ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട് ഗുരുമഹാരാജിനെ മറ്റുള്ളവരൊക്കെ അങ്ങനെ ആരാധിക്കും, അല്ലെങ്കിൽ ഇത്രയും ഒരു ഭഗവാൻ വന്ന പോലെ കാണിക്കുമ്പോ എനിക്ക് ഗുരുമഹാരാജിന്റെ ക്യാരക്ടറും പിന്നെ ആ ഡിവോട്ടീസിന്റെ സന്തോഷവും കണ്ടിട്ട് അങ്ങനെയുള്ളൂ. പിന്നെ എനിക്ക് ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങിയപ്പോ അത് അന്ന് ഇതുപോലെ ഒരുപാട് ബുക്സ് ഒന്നും ഇല്ല. ഇംഗ്ലീഷിലാണ് ഞങ്ങളൊക്കെ വായിക്കുക. എല്ലാവരും മലയാളത്തിലൊക്കെ പിന്നീടാണ് വന്നത്. അപ്പൊ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ബുക്ക് വായിക്കാനിടയായി. ഒരു ചെറിയ ചൈതന്യ ശിക്ഷാമൃതമാണോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അന്ന്. അത് വായിച്ചിട്ട് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് ഇതില് പരമ്പരയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഗുരുമഹാരാജിനോടുള്ള പേഴ്സണൽ ഇഷ്ടം കൊണ്ടാണ്. വളരെ സീരിയസ് ആയിട്ടൊന്നും ആയിരുന്നില്ല ഗുരുവിനെ എടുത്തത്. അപ്പൊ നമുക്ക് ഇതിന്ന് വിട്ടു പോണ്ട എന്നുള്ള പോലെ. അത് കഴിഞ്ഞ് ഗുരുമഹാരാജിനെ എടുത്ത ശേഷമാണ് നമുക്ക് ഗുരുമഹാരാജ് തന്നെ ആരാണെന്ന് റിവീൽ ചെയ്യാൻ തുടങ്ങിയത്. അത് പല പല ലെക്ചറിലോ അല്ലെങ്കിൽ നമുക്ക് പല ഡൗട്ട് ഉണ്ടെങ്കിൽ അന്ന് ഭാഗവതം ക്ലാസ്സിൽ ആരെങ്കിലും പറയുകയോ, അല്ലെങ്കിൽ നമുക്ക് അന്നൊക്കെ മെയിൽസ് ആണ് വരിക, ഇമെയില് അങ്ങനെയൊക്കെയല്ലേ വരിക. ലാൻഡ് ലൈനൊക്കെ ഉള്ളൂ, മൊബൈലില്ല, വാട്സപ്പ് ഇല്ല. ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജ് കിട്ടും. അങ്ങനെയാണ്. അതുപോലെ അന്നൊക്കെ നമുക്ക് കേരളത്തിൽ വരാനേ ഇഷ്ടമല്ല. കാരണം ഇവിടെ ഇസ്കോൺ എന്താണെന്ന് അറിയയില്ല. എവിടെയും ഓരോ ഡിവോട്ടീസ് ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ നമുക്ക് വരുവാൻ പോലും ഇഷ്ടമല്ല. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഗുരുമഹാരാജ് ആ കാരുണ്യം ഞങ്ങൾക്ക് പ്രത്യേക അവതാര ദിവസത്തിൽ ഭയങ്കരമായിട്ട് ഷവർ ചെയ്തു എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു ഗുരുമഹാരാജുമായിട്ട്. അങ്ങനെ ഗുരുമഹാരാജ് വീടുകളിലൊക്കെ വരും. അന്ന് ഇത്ര ബിസി അല്ലയോ അതോ ബിസി ആയിട്ടും വരുവാണോ. അപ്പൊ ഈ പ്രഭൂസ് ഒക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ വരുമ്പോ പലസ്തീനോ പാകിസ്ഥാനികളൊക്കെ ആയിരിക്കും ഈ എന്താണ് സെക്യൂരിറ്റികള് ഒക്കെ. അപ്പൊ അവര് ലിഫ്റ്റ് തുറന്നു കൊടുക്കാനും അവർക്കൊന്നും പറഞ്ഞിട്ടില്ല. ഗുരുമഹാരാജ് എല്ലാവരെയും നോക്കി ചിരിക്കുമല്ലോ. അപ്പൊ അതിൽ കയറാനും അവർക്കൊക്കെ ഒപ്പം കയറാനുള്ള ഭാഗ്യം. അപ്പൊ എല്ലാവരും ഹരിപോലെ അവര് ബ്ലസ്ഡ് ആയി എന്നൊക്കെ പറയും. കാരണം അറിഞ്ഞോ അറിയാതെ അജ്ഞാത സുഹൃതി കിട്ടി എന്നുള്ളതൊക്കെ പറയും. അങ്ങനെയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം
ഗുരുമരാജ് ഞങ്ങള് ഒരു സീനിയർ ഡിസൈപ്പിളിന്റെ വീട്ടില് 3 ദിവസം താമസിക്കായിരുന്നു അവിടെ പ്രോഗ്രാമില്. അപ്പൊ എന്താണ് അവിടെ വെച്ചിട്ട് ഗുരുമരാജ് അവരുടെ ഓപ്പോസിറ്റും ഇവര് തെലുങ്ക് ഫാമിലിയാണ്, വേറൊരു തെലുങ്ക് ന്യൂ കപ്പിൾസ് ഉണ്ട്, ചെറിയൊരു കുട്ടിയൊക്കെ ആയിട്ട്. ഇവര് കുറച്ച് സീനിയർ. അപ്പൊ അവര് എല്ലാവരും വിളിക്കുമ്പോ അതിൽ ആ പെൺകുട്ടി, ആ മാതാജി ഭാര്യയ്ക്ക് താല്പര്യമുണ്ട്, ഇവരുടെ വീട്ടിലൊക്കെ പകലൊക്കെ വരും. ഭർത്താവിന് ഇങ്ങനെ സ്പിരിച്വലായിട്ടൊന്നും താല്പര്യമില്ല. ഭർത്താവിനെ പേടിച്ചിട്ട് കാണാതാണ് വരിക, കാണാതാണ് ഇത്ര ജപിക്കുക. മാതാജി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ ഇത്ര ഇവിടെ വീട്ടിലൊരു പ്രോഗ്രാം നടന്നിട്ട് അവർക്ക് വരാൻ പറ്റില്ലല്ലോ, ഹസ്ബൻഡ് വീട്ടിലുണ്ട്. അപ്പൊ ഈ മോള് അവരുടെ അറിയാതെ ഡോറ് തുറന്നിട്ട് എന്തോ ചെയ്തു. ഇപ്പൊ ഗുരുമരാജ് ഇവിടത്തെ കഴിഞ്ഞിട്ട് ഹാൾ പ്രോഗ്രാമിന് പോവാണ്. അപ്പൊ ഇവരുടെ വീട് നേരിട്ടാണ്. ഗുരുമരാജ് ഇറങ്ങിയതും നേരെ അങ്ങോട്ട് പോയി. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഗുരുമരാജ് കൂടുതൽ സംസാരിക്കില്ലല്ലോ. ആ, അയ്യോ ഗുരുമരാജ് ദിസ് സൈഡ്, ലിഫ്റ്റ് ഇസ് ദിസ് സൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗുരുമരാജ് നേരെ കയറിപ്പോയി. കയറിപ്പോയത് അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രഭു ചാടി എണീറ്റു. ഗുരുമരാജന്റെ ആ സാഫ്രോൺ ഡ്രസ്സും അതുപോലെ ഗുരുമരാജ് ഇങ്ങനെ ഒരു ചിരിയുണ്ട്. ചിരിച്ചതും അദ്ദേഹത്തിന് ഒന്നും പറയണ്ട, അങ്ങനെ പോയിട്ട് ഹഗ് ചെയ്തു. ഒരു എത്ര സെക്കൻഡ് എന്ന് പറയില്ല, ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടിട്ട് ഗുരുമരാജ് അങ്ങനെ ഇറങ്ങിപ്പോയി, ലിഫ്റ്റിൽ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴാണ് എല്ലാവർക്കും അറിഞ്ഞു ഗുരുമരാജ് ലിഫ്റ്റ് അറിയാതല്ലാന്ന്. ഇദ്ദേഹം കുടുകുടയും കണ്ണുന്ന് വെള്ളം വരെ ആനന്ദമായി. അന്ന് തന്നെ ഭാര്യയോട് എനിക്ക് ജപമാലതാ പറഞ്ഞു, അതുപോലെ വെജിറ്റേറിയൻ ആയി ഫാസ്റ്റ് ആയിട്ടായിരുന്നു എന്നാ പറയണ അവരുടെ. അപ്പൊ അങ്ങനെയാണ് ഗുരുമരാജ്. പക്ഷെ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, സന്യാസിസ് എന്നല്ല, സാധാരണ ജനങ്ങളെ പറ്റി അടക്കം നമ്മളൊന്നും പറയാൻ പാടില്ല. അപ്പൊ ചിലവരൊക്കെ അങ്ങനെ പറയും, ഓ ജഗദാസ്വാമിരാജ് പിന്നെ അവരുടെ പ്രോഗ്രാമില് വന്ന ഇലക്ട്രീഷ്യൻ ചിലപ്പോ അവിടെ ബൾബ് വർക്ക് ചെയ്യാത്തതിന് വരുന്നവർക്കും വിളിച്ചു കിട്ടിയവർക്കൊക്കെ കൊടുക്കും ദീക്ഷ. പക്ഷെ ആണ്, കാരണം ഗുരുമരാജ് ഒരു ഗവൺമെന്റ് സ്കൂൾ പോലെ. ഗവൺമെന്റ് സ്കൂൾ ആർക്ക് വേണ്ടിയാണ്? പാവപ്പെട്ടവർക്കാണ് അല്ലെ. എല്ലാവർക്കും കോൺവെന്റിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പാവപ്പെട്ടവർക്കുള്ള ഗവൺമെന്റ് സ്കൂൾ പോലെയാണ് ഗുരുമരാജ്. ഒരുപക്ഷെ ചിലപ്പോ ഫാൾ ഡൗൺ ആവുന്ന അറിഞ്ഞാൽ അത് ശ്രീല പ്രഭുപാദം ചെയ്തിട്ടുണ്ടല്ലോ, അറിഞ്ഞ പോലും കൊടുക്കും എന്നാ പറയണം. അപ്പൊ അങ്ങനെ എല്ലാവരും ഇല്ല. ഞങ്ങൾ അവിടെ അസോസിയേഷനിൽ വരുമ്പോ ഒരു ഭക്തിരാഘവ മഹാരാജിന്റെ ഒരു ഡിസൈപ്പിൾ ഉണ്ട്. ആ പ്രഭുവിനോട് പറഞ്ഞു, അവരുടെ മാതാജി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഫോർ ശ്രീദേവി ഐ വാണ്ട് ടു ഗിവ് ഇനീഷ്യേഷൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓ ഓക്കെ മഹാരാജ് പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വിളിച്ച് പറയും. പക്ഷെ എന്റെ പ്രഭുവിനെ അങ്ങനെ വിളിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയോ എന്താ ഗുരുമരാജ് എന്റെ പ്രഭുവിനോട് കാരുണ്യം കാണിക്കും. പക്ഷെ ആ സമയമായപ്പോഴാ പറഞ്ഞു, കുറച്ച് വർഷം കഴിഞ്ഞപ്പോ. അപ്പൊ അത് കാരണം ഈ എന്താ പറയാ, നമ്മള് ഭക്തന്മാരെ ഭഗവാന്റെ തന്നെ നമ്മൾ 1000 നാവുള്ള ഒരു അനന്തനെ വാഴ്ത്തുവാനാകുമോ എന്ന് പറഞ്ഞ പാട്ട് പോലെ ഭഗവാന്റെ ഭക്തന്മാരെ തന്നെ വാഴ്ത്താനുള്ള അവകാശം അല്ലെങ്കിൽ അർഹത ഒന്നുമില്ല നമുക്ക്. എങ്കിലും നമുക്ക് ഈ പ്രിവിലേജ് ഒക്കെ തന്ന ഗുരുമരാജിന് വീണ്ടും കോടി കോടി പ്രണാമം അർപ്പിക്കുകയാണ്. പിന്നെ എന്താണ് ഗുരുമരാജിന്റെ അതുപോലെ തന്നെ ഗുരുമരാജന്റെ കാരുണ്യം. ഒരു മധുരാദേശിന്റെ ഒരു മന്ത്രേഷ് പ്രഭു പറഞ്ഞതാണ്, ഗുരുമരാജന് പാരാലിസിസ് ആയ സമയത്ത് പറയുണ്ടായിരുന്നു, അദ്ദേഹം അവിടെ കാണാൻ പോവായിരുന്നു ഗുരുമരാജന്. ആരെങ്കിലുമൊക്കെ ഡിവോട്ടീസ്, സീനിയർ ഡിവോട്ടീസിന്റെ കൂടെ പോവായിരുന്നു. അങ്ങനെ കാണാൻ പോകും. അവർക്ക് ഇത് കൊടുക്കും പോലെ, എന്താ പറയാ, അവര് അസിസ്റ്റ് ചെയ്യും പോലെ, അവർക്ക് ഒരു സേവകനായി പോകും പോലെ ആയിരുന്നു പാവം മന്ത്രേഷ് പ്രഭു. വളരെ ഹമ്പിളായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം പോയി. മൂന്നാമത്തെ തവണ വേറെ അതൊരു ടെമ്പിൾ പ്രസിഡന്റിന്റെ കൂടെ പോയി. അപ്പൊ കുറച്ച് ബോധത്തോടെയായിരുന്നു. ഗുരുമരാജ് ബോധമില്ലാത്തപ്പോഴാണ് അദ്ദേഹം ആദ്യമൊക്കെ പോയത്. അവിടെ പോയി നമസ്കരിച്ചു. അപ്പൊ ആ പ്രഭു പറഞ്ഞു, ഇങ്ങനെ ഗുരുമരാജ്, ബിക്കോസ് ഓഫ് യുവർ സർവീസ് ഐ കുഡിൻ കം ടു മീറ്റ് യു, ഫോർ ഗിവ് മീ. അതായത് ഇത്രയും നാളെ എനിക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉടനെ ഗുരുമരാജ് പറയത്ര, ബട്ട് മന്ത്രേഷ് ദിസ് ഈസ് യുവർ കമ്മിങ് തേർഡ് ടൈം റൈറ്റ് എന്ന് പറഞ്ഞു. കാരണം ആ 2 പ്രാവശ്യവും ഗുരുമരാജ് ഈ ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയാണ്, തീരെയും അനങ്ങാണ്ട്. അപ്പൊ മന്ത്രേഷ് പ്രഭുവിന് ഷോക്കായി പറയുന്നു, കാരണം എങ്ങനെ അറിഞ്ഞു ഗുരുമരാജ്? അപ്പൊ അതുകൊണ്ട് ഗുരുമരാജ് നമ്മുടെ എല്ലാവരെയും ആക്ടിവിറ്റീസ് ഒക്കെ അറിയും. ആരും വിചാരിക്കാൻ പാടില്ല എന്ത് നമ്മള് ഗുരുമരാജ് എവിടെയോ നമ്മളെ ആർക്കും അറിയും എന്നൊക്കെ. അങ്ങനെ വേറൊരു തലത്തിലും ഒരിക്കൽ ഒരു മാതാജി, നമ്മളിപ്പോ വ്യാസപൂജയ്ക്കൊക്കെ എല്ലാവരും ഓഫറിങ്സ് എഴുതുമല്ലോ. അപ്പൊ ആ ഓഫറിങ് ഒക്കെ എഴുതുമ്പോ ഒരിക്കൽ മാതാജിയുടെ വീട്ടിൽ എന്തോ തിരക്ക്, കല്യാണമാണോ അങ്ങനെ എന്തൊക്കെയോ വരുമല്ലോ. ആ സമയത്തായിരുന്നു. അപ്പൊ മാതാജി വരച്ചു, എത്ര പ്രാവശ്യം ഞാൻ എഴുതുന്നില്ല,
അല്ലെങ്കിൽ തന്നെ ഗുരുമാന്റെ അസിസ്റ്റൻസ് ഒക്കെ വായിച്ചിട്ട് ഡസ്റ്റ്ബിനിൽ ഇടും. ചെറിയ ആൾക്കാരുടെ അല്ലെങ്കിൽ മെയിലുകളൊക്കെ ചങ്കാവുമ്പോ ഒക്കെ ഡിലീറ്റ് ആക്കുമല്ലോ, എന്താന്നറിയില്ല. അങ്ങനെ മാതാജി അകത്ത് വിചാരിച്ചതാണ്. അവരുടെ ഹ്യൂമിലിറ്റി കുറവല്ല, അവരുടെ ഒരു ആ സമയത്ത് ഗതികേട് കൊണ്ട് അവർ പറഞ്ഞാണ്. അപ്പൊ ആ ഉള്ളിൽ വിചാരിച്ചിട്ട് ഓ ഇപ്രാവശ്യം ഒന്നും എഴുതുന്നില്ല, എല്ലാ പ്രാവശ്യവും എഴുതുണ്ടല്ലോ, എഴുതി തന്നെ എഴുതും. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താ എഴുതാൻ, അപ്പൊ നമ്മളിങ്ങനെ സാധാരണ അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ, അതുപോലെ വിചാരിച്ചു തോന്നു. അങ്ങനെ മാതാജി അത് മറന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അവിടെ രഥയാത്രയിലെങ്കിലും ഗുരുമാജ് ഇങ്ങനെ ഈ വീൽ ചെയറിൽ വരുന്നു, ഇവരൊക്കെ രഥം വലിച്ചു കൊണ്ടുപോകുമ്പോ ഗുരുമാജ് ആ സൈഡിൽ കൂടി ഒന്ന് അവിടെ നിർത്തിയിട്ട് വേർ ഇസ് മൈ ഓഫറിങ്സ്, അത് എനിക്ക് നീ ഇപ്രാവശ്യം എന്താ വ്യാസപൂജയിൽ എഴുതിയില്ല, ഞാൻ എന്താ അറിയില്ല വിചാരിച്ചു, വാട്ട് യു തോട്ട് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പോവുകയും ചെയ്തു. അപ്പൊ മാതാജിക്ക് ഇതുപോലെ കരച്ചിൽ, എന്താ പറഞ്ഞ വോയിസ് ചോക്കപ്പായി. ഞാൻ മാതാജി എന്താ ഈ പറയുന്നെന്നുള്ള പോലെ നിന്നു. അപ്പൊ എല്ലാവരും എന്താ ഇത് മാതാജി എന്താ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്താ പറഞ്ഞു ഗുരുമാജ്, എന്തിനാ പറഞ്ഞു. അപ്പൊ മാതാജി കുറച്ച് ടൈം എടുത്തിട്ടാ പറഞ്ഞു, ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഗുരുമരാജ് അറിഞ്ഞു. അപ്പൊ ഞാൻ അത്ര ഫാളൻ സോളാണ് പറഞ്ഞിട്ട് ഒരുപാട് മാപ്പ് പറഞ്ഞു. ഇനി മുതൽ ഞാന് ഗുരുമാന്റെ എന്ത് കാര്യവും വീഴ്ച വരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ ഗുരുമാജ് തിരുവനന്തപുരത്ത് അവിടെ ഒരു സ്ഥലത്ത് വന്നപ്പോഴും പറഞ്ഞു ഞങ്ങളെ ഞാൻ ഉണ്ടായിരുന്നില്ല അതില്, നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ഞാനൊന്നും അറിയില്ല എന്നു പറഞ്ഞു. കാരണം അന്തറിയാമയാണ്. അപ്പൊ ഗുരുമാജിനെ അറിയാം. ഗുരുമാജ് ചില സമയത്ത് നമ്മളോട് അറിയാത്ത പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ഗുരുമരാജിന്റെ ഈവൻ ഗുരുമരാജ് വയ്യാത്തത് പോലെ ഒരു ലീലയാണ്. കാർത്തിക മാസത്തിലായിരുന്നു ആദ്യമായിട്ട് വയ്യാതായത്. എല്ലാവരെയും കൂടുതൽ ജപിപ്പിക്കാനാണെന്നാണ് സീനിയർ ഡിസൈപ്പിൾസ് ഒക്കെ പറയുന്നത്. അതുപോലെ വയ്യാതായപ്പോ ഞാനൊക്കെ ഇങ്ങനെ വലമുറയിട്ട് കരഞ്ഞു. എന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അപ്പൊ ഞാൻ ഓരോ സമാധാനത്തിന് ഓരോരുത്തരെ വിളിക്കും. അപ്പൊ ഒരു സീനിയർ പ്രഭുവിനെയൊക്കെ വിളിക്കുമ്പോ അവര് കൂളായിട്ട് ഹൗ ആർ യു മാതാജി, ചിൽഡ്രൻ ആർ ഗോൺ ടു സ്കൂൾ, ഹൗ ഈസ് പ്രഭു. ഞാൻ ഈ പ്രഭു അറിയാതിരിക്കില്ലല്ലോ, എന്നെ പോലുള്ളവർ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രഭു ഹൗ ഈസ് ഗുരുമരാജ്, ഗുരുമരാജ് ഫൈൻ, നോ ഗുരുമരാജ് ഇപ്പൊ വയ്യാതായില്ലേ എന്ന് പറഞ്ഞപ്പോ ആ മാതാജി അതൊക്കെ ഗുരുമാന്റെ ലീല, ഗുരുമാജ് എണീറ്റ് വരും. കാരണം യു ഹാവ് ഫെയ്ത്ത് ഇൻ ടു പ്രഭുപാദ് അങ്ങനെ ചോദിച്ചു. ഞാൻ വിഷമിക്കണുണ്ട്. അപ്പൊ അതേ പറഞ്ഞു. അപ്പൊ പ്രഭുപാദാണ് പ്രഡിക്റ്റ് ചെയ്തത് ഈ ജയപതാക കുറെ വയസ്സ് വരെ ഇരിക്കും, കുറെ ഫാളൻ സോളുകളെയൊക്കെ നന്നാക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെയൊക്കെ ആ എന്താണ് ഇത് ഒരു ധൈര്യം കണ്ടിട്ട് എനിക്ക് സന്തോഷമായി. കാരണം എനിക്കൊക്കെ എന്റെ പേരെ എന്റെ ഗുരുമാരൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മള് അത്രയല്ല ശിശുവാണല്ലോ ഇതില്. അങ്ങനെയായിരുന്നു. അങ്ങനെ ഗുരുമാരേജ് എന്തെങ്കിലും അതൊരു ഗുരുമാരേജ് ഇനീഷ്യേഷൻ എടുക്കണ മുമ്പ് അതെ എനിക്ക് പേടിയായിരുന്നു, പ്രഭു എടുക്കാതെ ഞാൻ മാത്രം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല സംശയം ഉണ്ടാവും. അപ്പോ ഞാൻ പ്രാർത്ഥിച്ചു കിടന്നപ്പോ ജഗന്നാഥിനെ സ്വപ്നം കണ്ടപ്പോ വിചാരിച്ചു ഓ എനിക്ക് പോസിറ്റീവ് ഇത് തരികയാണെന്ന്. അങ്ങനെയൊക്കെയാണ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഗുരുമരാജ് പറയൂലേ, നമ്മൾ ഭഗവാനോട് പറയുന്നതിനെക്കാട്ടിലും ഡിവോട്ടീസിനോട് പറയൂ. അപ്പൊക്കെ നമ്മൾ വിചാരിക്കും ഡിവോട്ടീസ് പറയുമ്പോ ഉടനെ രാധാറാണിയായിരിക്കും ഉദ്ദേശിക്കുന്ന, ബലരാംജി, നിത്യാനന്ദ പ്രഭു അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിലുള്ള ആ പഞ്ചതത്വ അങ്ങനെയൊക്കെ വിചാരിക്കും. ശ്രീലപ്രഭുപാദ് വരെ വിചാരിച്ചാലും നമ്മൾ ഗുരുമരാജിനെ ആലോചിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ശരിക്കും ഗുരുമരാജിനോടാണ് പറയേണ്ടത് എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മള് ഗുരുമരാജ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഗുരുമാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഗുരുമാന്റെ ചില പുസ്തകങ്ങൾ ഓർമ്മ വരുന്നത് പറയുന്നത് വൈഷ്ണവക്കെ സ്പിരിച്വൽ അവേക്കനിങ് ഇൻസ്പയറിംഗ് ഫോർ ലൈഫ്, അതുപോലെ എന്താണ് ഭക്തിയുത സേവനം, അങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഗുരുമരാജ്. എല്ലാം ഒന്നും ഞാനും വായിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ എന്നാലും പറയണ ഈ ഗൗരാംഗ അത് വായിച്ചിട്ടുണ്ട്, വൈഷ്ണവക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെയൊക്കെ വായിച്ചിട്ടും വായിക്കാതെയാണ്. ആക്ച്വലി എല്ലാം വായിക്കണം നമ്മള്, ഗുരുമരാജിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗുരുമരാജ് വേറെ ഗുരുമരാജിനെ കുറിച്ച് വേറെ ഗുരുക്കന്മാരുടെ ഡിസൈപ്പിൾസ് പറയും. അങ്ങനെ മഹാവിഷ്ണു ഗോസ്വാമിയുടെ ഡിസൈപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രാധാനാഥ സമരന്റെ ഡിസൈപ്പിൾസ് കുറെ പേര്. അപ്പൊ എനിക്കൊന്നും ശരിക്കും എടുത്ത ശേഷമൊക്കെയാണ് അറിഞ്ഞത്. അവര് പറയുന്നു അവരുടെ ഗുരു പറഞ്ഞിട്ടുണ്ട് അത്ര, വൺ ഓഫ് ദ ഫോളോവർ ഓഫ് ചൈതന്യ മഹാപ്രഭു എന്ന് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗുരുവിനെ. അതായത് ചൈതന്യ മഹാപ്രഭു ഉള്ളപ്പോഴും ഗുരുമരാജ് ഇവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എന്റെ ഗോഡ് ബ്രദർ ആയിട്ടുള്ള സീനിയർ ആയ ഒരു പ്രൊഫസർ ഓ മാതാജി യു ഷുഡ് നോട്ട് ടെൽ. ഗുരുമരാജ് പറയും അവരാരെങ്കിലും പറഞ്ഞോട്ടെ, നമ്മള്
നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം അച്ഛനെ എങ്ങനെ പുകഴ്ത്തില്ല അല്ലെ? വേറെ കസിൻസ് ഒക്കെ അല്ലേ പറയാ എന്റെ അമ്മാവൻ അല്ലെങ്കിൽ കുഞ്ഞച്ഛൻ. അപ്പൊ അതുപോലെയാണ് തോന്നുന്നു ഗുരുമരാജ് എടുത്തിരിക്കുന്നത്. കാരണം ഗുരുമരാജന് അതൊക്കെ ഭയങ്കര ഹ്യൂമിലിറ്റിയാണ്. ഗുരുമരാജന് അതൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ഒരു തുസ്തി മോഹൻ പ്രഭു അബുദാബി വന്നപ്പോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഗുരുമരാജ് ഗുരുമരാജും വേറെ സന്യാസീസ് ഒക്കെ 2-3 പേര് ഇരിക്കുമ്പോ ഓടിപ്പോയിട്ട് ഗുരുമരാജന് മാത്രം മാലയിട്ടു. അപ്പൊ എണീറ്റ് പടയേന്ന് ഒരു അടി ചെകിളത്ത് കൊടുത്തു. അപ്പൊ അതിന് പിന്നിലൊരു രഹസ്യം പറയാണ്. അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, അത്ര ഒരു ചെവി വർക്ക് ചെയ്യാത്ത പോലെ ഒരു മൂളല് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും അയ്യോ ഗുരുമരാജ് എന്താ ചെയ്യാൻ, എനിക്ക് നീ ചെവി കേൾക്കാതെയാവോ? ഈ എൻറ്റിയുടെ അടുത്തൊക്കെ പോയ ബലമൊന്നുമില്ല, അവര് മരുന്ന് ഒന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനോട്, ഗുരുവിനോടും പറയുമായിരുന്നു. ഇപ്പൊ ഗുരുമരാജനെ അസിസ്റ്റ് ചെയ്തൊക്കെ ഇപ്പൊ കുറെ ആയിട്ടാണ് പിന്നെ വരാൻ തുടങ്ങി. അപ്പൊ അതിനു മുൻപ് അങ്ങനെ പോയപ്പോ ഗുരുമരാജ് അടിച്ചതും ആ ചെവി തുറന്നു. അപ്പൊ ഇതൊക്കെ ഗുരുമരാജന്റെ ലീലയാണ്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം മറ്റുള്ള സന്യാസിസിന് മാല ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇടണം, അല്ലെങ്കിൽ ഇടണ്ട ആർക്കും എന്നുള്ള അർത്ഥമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഗുരുമരാജന്റെ. എനിക്കൊന്നും ഇതൊന്നും ഒരു അനുഭവമില്ല. കാരണം ഗുരുമരാജന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, അവർക്കൊക്കെ എത്ര ഭാഗ്യമാണ്. ആ ഗുരുമരാജന്റെ ഈ മാറി മാറിയിട്ട് അസിസ്റ്റൻസിനെ വെക്കാന്ന് പറഞ്ഞാൽ അവര് ആട്ടിത്തല്ലിയ പോവില്ല അത്ര അവർക്ക്. അവര് ഗുരുമരാജനെ വിട്ട് പോവുകയില്ല പറയണം. ഗുരുമരാജന് വേണ്ടി എന്ത് സേവയ്ക്കും തയ്യാറാണ്. ഇപ്പൊ നമ്മള് ഗുരുമരാജ് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ഗ്ലോറിഫൈ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ അസിസ്റ്റ് ചെയ്യാൻ ശമ്പളം കൊടുക്കുകയോ ഒന്നും ചെയ്യല്ല അല്ലെ? അപ്പൊ ആ ഭക്തന്റെ ആ ഒരു മഹാത്മ്യം കൊണ്ടാണ് ഇത്രയും എന്താണ് ആളുകള് ഇങ്ങനെ ഗുരുമരാജനെ അസിസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്ത് ചെയ്താൽ പോരാ, അങ്ങനെയാണ് ഗുരുമരാജന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഗുരുമരാജ് അത്രയും വളരെ മേഴ്സിഫുൾ ആയിട്ടുള്ള, അതും ഡിസൈപ്പിൾസ് ഒക്കെ എത്ര തെറ്റ് ചെയ്താലും ഗുരുമരാജ് ഇതുപോലെ പാരാലിസിസ് ആയിട്ട് ഉണർന്ന ഉടനെ, കാരണം മറ്റുള്ള ഗോഡ് ബ്രദേഴ്സിനൊക്കെ വിഷമായി, എല്ലാം ഈ ശിഷ്യന്മാരെ വരുത്തിയതാണ് ഞങ്ങളുടെ ഗോഡ് ബ്രദറിനെന്ന് അവർക്ക് ഉണ്ടായിരുന്നു. അവർ അങ്ങനെ വഴക്കും പറഞ്ഞു പലരെയും, ഇങ്ങനെ സീരിയസ് അല്ല എല്ലാവരും അതിലൊന്നും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗുരുമരാജ് ഉണർന്നതും പറയാണ്. ഗുരുമരാജ് എങ്ങനെ അറിഞ്ഞു? അബോധാവസ്ഥയിൽ ഇരിക്കുമ്പോ ഇതൊക്കെ ചർച്ച നടക്കണ്ടെന്ന് ഗുരുമരാജ് പറഞ്ഞു അത്ര. അയ്യോ ഇതൊക്കെ എന്റെ പാസ് കർമ്മയാണ്, എന്റെ ഡിസൈപ്പിൾസിനെ പറയണ്ട. പക്ഷെ ആ ഗുരുമരാജ് കുറെ ആയപ്പോ ഇപ്പൊ പറയാൻ തുടങ്ങി, നോക്കൂ നിങ്ങൾ ചെയ്യണതൊക്കെ എനിക്ക് കിട്ടും, അതുകൊണ്ട് സീരിയസ് ആയി ജപിക്കൂ, സീരിയസ് ആയി യമനിയമം പാലിക്കൂ എന്ന് കൂടി പറയാനും തുടങ്ങി. അങ്ങനെ നമ്മൾ പറയിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ അതുപോലെ ഗുരുമരാജ് വയ്യാതെ ഇപ്പൊ പലരും സൂര്യമന്ത്രം അല്ലെങ്കിൽ എന്തൊക്കെയോ പറയാ, ആകെ മൊത്തം ടെൻഷനായിട്ട് പല ഹോമങ്ങൾ നടത്തണോ പ്രാർത്ഥിക്കണോ അങ്ങനെയൊക്കെ പറയുക ഓടി. അപ്പോഴും അതെങ്ങനെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നതും പറഞ്ഞു അത്ര, ഹരേ കൃഷ്ണ മാത്രം ജപിച്ചാൽ മതി, എനിക്ക് വേണ്ടി അഥവാ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി. ഇപ്പൊ ഗുരുമരാജ് വളരെ ഹമ്പിളായിട്ട് പറയുന്ന എന്താണ് ഞാൻ ഇതുപോലെ ഇതൊക്കെ ഉണർന്ന ശേഷം ആദ്യമായിട്ട് അസോസിയേഷൻ ഒക്കെ വരുമ്പോ ഞാൻ കുറെ കാലം വയ്യാതൊക്കെ ഇരുന്നു കേട്ടോ. അപ്പൊ കുറെ എന്റെ ഡിസൈപ്പിൾസ് എന്നല്ല, എന്റെ ഗോഡ് ബ്രദേഴ്സ് ആയാലും അവരുടെ മക്കളായാലും എല്ലാ ഡിസൈപ്പിൾസിന്റെയും കാരുണ്യാണ്. അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചു ജപിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്നൊക്കെയാണ് പറയുക ഗുരുമരാജ്. ഒരിക്കലും ഗുരുമരാജ് ഒരു അതിശയം ആയിട്ട് ഞാൻ അതിശയം കാണിച്ചു അല്ലെങ്കിൽ ഞാൻ വലിയ ഡിവോട്ടിയാണെന്ന് അറിയാം. പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് എന്താ, വളരെ അത്ഭുതമാണ് ഈ സന്യാസി ജീവിച്ചിരിക്കുന്നത്. കാരണം സയൻസിൽ അതീതമാണ്. ആക്ച്വലി സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എപ്പോഴോ എവിടെയോ എത്തി. അപ്പൊ ഗുരുമരാജിനെ പലപ്പോഴും പ്രഭുപാദായാലും ഭഗവാനായാലും മതി എന്ന് പറഞ്ഞാൽ പോലും പ്രഭുവിന്റെ മിഷൻ ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും അങ്ങനെയാണ് അത്ര കാര്യ എഴുന്നേറ്റിട്ട് ഓരോർക്കൊക്കെ എനിക്ക് ഞാൻ പ്രഭുപാദിന് വാക്ക് കൊടുത്ത് എല്ലാം ആയിട്ടില്ല, ഇനിയും എത്രയാണ് പതിതാത്മാക്കള്, അങ്ങനെയാണ് അത്ര പറയാ. അപ്പൊ എത്രയുണ്ട് നോക്കൂ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ പ്രഭുപാദിന്റെ എല്ലാ ശിഷ്യന്മാരും ജമ്മാണ് കേട്ടോ. ഞാൻ ഇപ്പൊ എന്റെ ഗുരുവിനെ കുറിച്ച് മാത്രം പറയും, മറ്റുള്ളവരൊന്നും അത്ര ഇതല്ല എന്നല്ല അർത്ഥം. രാംനാഥ് സമരാജ് ആയാലും ഭക്തി വികാസ് മഹാരാജ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ നോക്കൂ ഭക്തിചാരു മഹാരാജിന്റെ ഡിസൈപ്പിൾസും ഇങ്ങനെ ഗുരുമഹാരാജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഭക്തിചാരു മഹാരാജിനെ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. അദ്ദേഹം ഈ കൊറോണ സമയത്താണ് ദേഹവിയോഗം ചെയ്തത്. അപ്പൊ അവരെല്ലാവരും അല്ലെങ്കിൽ തമാൽ ഗോപാൽ സ്വാമി മഹാരാജ്, അങ്ങനെ ഒരുപാട് പ്രഭുപാന്റെ ഡിസൈപ്പിൾസ്, എന്റെ ഗുരുമഹാന്റെ ഗോഡ് ബ്രദേഴ്സ്, അവരൊക്കെ ഗ്രേറ്റ് ആണ്. അവരൊക്കെ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. അങ്ങനെയാണ്. അപ്പൊ അവര് ഭക്തിചാരു മഹാരാജിന്റെ ഡിസൈപ്പിൾസും അതെ അതുപോലെ ആദ്യമായിട്ട് വരുമ്പോ അന്നൊക്കെ CDs ആണ്
ഭക്തിചാരി മഹാരാജ് പ്രഭുപാദിന്റെ അഭയ് എന്നുള്ള ഇതെടുത്തു. ആം, ഒരു മൂവി എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ യൂട്യൂബിലൊക്കെ കിട്ടും. അന്ന് ഞാൻ പറഞ്ഞില്ലേ, വാട്സപ്പ് ഇല്ല, യൂട്യൂബ് ഇല്ല, ഫോണില്ല, ലാൻഡ് ലൈൻ ഉണ്ട് ആകെ. അപ്പൊ ഗുരുമഹാരാജ് എന്റെ പറ്റിയിട്ട് അവര് ഗ്ലോറിഫൈ ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭക്തിചാരി മഹാരാജ് മലേഷ്യൻ ടെമ്പിളിലായിരുന്നു. എല്ലാം ഓരോ ഗുരുക്കന്മാരും അല്ലെങ്കിൽ സന്യാസിസിനൊക്കെ ഓരോ ടെമ്പിള് നോക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ എല്ലാവിടെയും ഗുരുമഹാരാജിനെ തീർച്ചയായും പോയി വിളിക്കും. ഗുരുമഹാരാജ് പോവും, ഗുരുമഹാരാജ് എല്ലാവരെയും ബ്ലസ് ചെയ്യും, അങ്ങനെയാണ്. അപ്പൊ മലേഷ്യൻ ടെമ്പിളിലെ ഡിവോട്ടീസിനെയും പോയി ബ്ലസ് ചെയ്യും. അപ്പൊ അവിടെ മിക്കവാറും ഭക്തിചാരിമാരെ എന്റെ ഡിസൈപ്പിൾസ് ആണ്. അപ്പൊ ആദ്യം ഇങ്ങനെ എല്ലാവരും ഗുരുവിനെ എടുക്കുന്ന മുമ്പ് ഒരു മാതാജി അവരുടെ അനുഭവം പറഞ്ഞതാണ്. അവരൊരു ജേർണലിസ്റ്റോ അതോ വക്കീലോ എന്തോ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നീട് എല്ലാം റിസൈൻ ചെയ്ത് അവിടെ പോയതാണ്. അപ്പൊ ഇവിടെ ഗുരുമഹാരാജ് വരുമ്പോ എല്ലാവരും, ഗുരുമഹാരാജ് എപ്പോഴും എല്ലാവരെയും ഒരു ഫണ്ണാണ്, ഭയങ്കര തമാശയും. ഇപ്പൊ ഓരോ ചിലവര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണ്ടത് ഗുരുമഹാരാജ് പറഞ്ഞു ഇങ്ങനെ ചിരിച്ചാലും നീ എനിക്ക് എന്താണ് അപ്പൊ കൊണ്ടുവന്ന, അല്ലെങ്കിൽ എന്ത് വേണം, എനിക്ക് നീ മിന്നുന്ന കുപ്പായൊന്നും തുന്നി വെച്ചില്ലേ, അങ്ങനെ പറയും. അപ്പൊ ഗുരുമഹാരാജ് ചിലവരൊക്കെ വില കൂടിയ വാച്ചൊക്കെ കൊടുക്കുമ്പോ അതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കില്ല. ചെറിയ കുട്ടികൾക്ക് എന്തോ ബലൂണൊക്കെ കിട്ടിയ പോലെ. അപ്പൊ വിചാരിക്കും നമ്മള്, ഗുരുമഹാരാജ് ഞാൻ കൊടുത്തതിന് ഭയങ്കര അറ്റാച്ച്ഡ് ആയി വിചാരിക്കും. പക്ഷെ അവര് സീനിയർ ഡിസൈപ്പിൾസ് പറയുക, അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയത് ആദ്യം കണ്ടവർക്ക് ഊരി കൊടുക്കും, അങ്ങനെ. അപ്പൊ കാരണം അവര് നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. അപ്പൊ ആദ്യം ആദ്യമൊക്കെ നമുക്ക് അതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കും സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് എന്നെ തിരിച്ചറിഞ്ഞു. കാരണം അവരെയൊന്നും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അവര് ആൾറെഡി ഭയങ്കര എന്താ പറയാ, ബ്ലെസ്ഡ് സോൾസ് അല്ലെങ്കിൽ ലിബറേറ്റഡ് സോൾസ് എന്ന് വേണം പറയാൻ. അപ്പൊ അവരൊക്കെ കുറെ ജന്മം ചെയ്തിട്ട് ഉള്ള പുണ്യം കൊണ്ടായിരിക്കും ഈ പ്രഭാത മിഷനിലൊക്കെ അവരൊരു ഒന്ന് ടച്ച് ചെയ്യാൻ കാത്താണ്. ഇപ്പൊ നമ്മളെക്കാളൊക്കെ വയസ്സിന് താഴെയുള്ളവരായാലും ജൂനിയേഴ്സ് ആയാലും വന്നു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് പെട്ടെന്ന് കയറുമ്പോ എന്താ നമുക്ക് അറിയേണ്ടത്, അവര് കുറെ ജന്മത്തേതാണ്. ആത്മാവിന് വയസ്സും പ്രായമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഗുരുമഹാരാജ് ഇങ്ങനെ ഓരോ തമാശ ഒക്കെ ചെയ്യും. അപ്പൊ ആ മാതാജിയിലേക്ക് തന്നെ വരാം. അപ്പൊ ആ മാതാജി പറയായിരുന്നു ഇങ്ങനെ എല്ലാവരും ഇവിടെ കളിക്കും. ഇങ്ങനെ ഗുരുമഹാരാജ് ഭയങ്കര ഹൈറ്റും വെയിറ്റും, ഇങ്ങനെ ഈ ഗംഗയിലൊക്കെ പെട്ടവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഡക്കോയിറ്റ്സ് ഒക്കെ വന്നിട്ട് അതിൽ ഒരു ഭക്തിരാഗം മഹാരാജിന്റെ കാലൊക്കെ പോയിട്ടുണ്ട്. മായപ്പൂര് അങ്ങനെ കൊള്ളക്കാരൊക്കെ ആയിരുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ ഡേറ്റീസ് ഒന്നും ഇപ്പോ സ്വർണം കൊണ്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ ആഭരണങ്ങളൊന്നും ഇടില്ല അവർക്ക്. കാരണം പിന്നെ അത് പറഞ്ഞിട്ട് കള്ളന്മാര് ദ്രോഹിക്കും. അപ്പൊ അങ്ങനെ അവര് ഇത് നശിപ്പിക്കാം, അങ്ങനെയുള്ളതായിരുന്നു ഗുരുമഹാരാജ്. ഗുരുമഹാരാജ് അവിടെ വരുമ്പോ എല്ലാവരും സോഫയിൽ നിന്ന് എണീക്കാൻ കിട്ടാത്ത പോലെ കാണിക്കും. അപ്പൊ എല്ലാവരും കൂടെ എണീപ്പിക്കുമ്പോ ഠായെന്ന് പിടിച്ച് ഇരുത്തും. അങ്ങനെ തമാശകളൊക്കെ കാണിക്കും. ഈ മാതാജി വിചാരിക്കും ഇത്ര മാതാജി കാണുമ്പോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഒരിക്കൽ സ്വപ്നത്തിൽ ഇങ്ങനെ ആരോ പറഞ്ഞതുപോലെ ഭക്തിചാരു മഹാരാജിനെ എടുത്തോന്ന്, അല്ല ഭക്തിചാരു മഹാരാജ് തന്നെ ആക്ച്വലി നമ്മൾ ഗുരുവിനെ എടുത്തു എന്ന് പറയാനേ പാടില്ല. ഭഗവാനെ ഗുരു നമ്മളെ സ്വീകരിച്ചു. അപ്പൊ എന്റെ ഗുരു ഭക്തിചാരു മഹാരാജാണ്, അങ്ങനെ എന്തോണം പറഞ്ഞത്. എന്നിട്ട് അവര് ആ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ മെല്ലെ എത്തി നോക്കണം ഇവിടുത്തെ കളിയും ചിരിയും കണ്ട. അപ്പൊ ആ കമ്മിയായിരുന്നു പറഞ്ഞു. അപ്പൊ ഈ മാതാജി എപ്പോഴും വിചാരിക്കും അത്ര എന്നെ ദണ്ട് കൊണ്ട് ബ്ലസ് ചെയ്തില്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഗുരുമഹാരാജ് ഇങ്ങനെ ആ ദണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് സോഫയില്. അപ്പൊ ഇങ്ങനെ എണീക്കാം, ഈ ദണ്ടിൽ നീ പിടിച്ചോ പറഞ്ഞു. അപ്പൊ പേടിച്ച് പേടിച്ച് പിടിച്ച് ബലായി പിടിക്കേ പറഞ്ഞു. എന്നിട്ട് എണീറ്റിട്ട് ആ ദണ്ട കൊണ്ട് അസലായിട്ട് തലയിൽ ഒരൊറ്റ അടി, കണ്ണില് പൊന്നീച്ച പറഞ്ഞു. ഓ ഭഗവാൻ! എന്നിട്ട് പറഞ്ഞത്ര ഇപ്പൊ മനസ്സിലായില്ലേ, അപ്പൊ ഭക്തിചാരി മഹാരാജാണെന്ന് എന്റെ ഗുരു എന്നും പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇത് സ്വപ്നത്തിൽ ഗുരുമഹാരാജാണ് പറഞ്ഞതെന്നും. ആദ്യം ആ മാതാജി വിചാരിച്ചത് ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ട്, ഈ ഗുരുമഹാരാജിനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ ഗുരുമഹാരാജിനൊക്കെ അറിയും ആർക്ക് എന്താണെന്നൊക്കെ. അപ്പൊ എല്ലാവരും ഇവര് കരഞ്ഞു. അപ്പൊ എന്താണ് ചോദിച്ചപ്പോ അവര് ഉണ്ടായതൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും എന്നെ മൈൻഡ് ചെയ്യില്ല എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് പറയുന്നത് അറിയും കേട്ടോ. ഗുരുമഹാരാജ് ഇപ്പൊ ഉദാഹരണം, ഞങ്ങൾ ഇന്നലെ കഞ്ചിക്കോട് സത്സംഗിൽ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തു. മുരാരി പ്രഭുവിനെ എല്ലാവർക്കും അറിയും വിചാരിക്കും. ഞാൻ കഞ്ചിക്കോട് സത്സംഗിൽ പോവാറുണ്ട്. അപ്പൊ അവിടെ നാമഹട്ടയില്ല, ടെമ്പിള് വരാൻ പോവാണ് അവിടെ. നാമഹട്ടയിട്ട് ഇപ്പൊ ടെമ്പിള് വരാൻ പോവാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഗ്ലോറിഫൈ ചെയ്തു. അപ്പൊ ഞാനും പറഞ്ഞു, പ്രഭു ഇവിടെ പുതുതായി ഇനീഷ്യേഷൻ എടുത്തവരൊക്കെ പറഞ്ഞു ഫസ്റ്റ് ബാച്ചാണ്, ഞങ്ങൾ അവതാരിതീസിലെ ആദ്യത്തെ ബാച്ച് പോലെ. അപ്പൊ അവരൊക്കെ പറയട്ടെ അല്ലേ പറഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് പറഞ്ഞിട്ട് നമുക്ക് മാത്രം അവസരം മൈക്ക് തന്നാ വിടില്ല എന്ന് പാടില്ലല്ലോ. അതുപോലെ ഇവിടെ അതെ, പ്രഭു സമയമയ്യോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സമയമായോ എന്നെ നിർത്തിക്കോളൂ. അപ്പൊ എന്താണ്
അവിടെ എല്ലാവരും പറയണ്ടായിരുന്നു, ഓരോരുത്തർ എനിക്കിങ്ങനെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു അനുഭവം. അപ്പൊ അധികം ആ, പറയാൻ നമുക്ക് ചാൻസ് ഇല്ല, കാരണം നമ്മൾ തന്നെയാണ് ചാൻസ് കൊടുത്തത്. അപ്പൊ നമ്മള് വിചാരിക്കുമ്പോഴേക്കും ഇന്നലെ പ്രഭു വിളിച്ചിരിക്കണം, ഞാൻ കണ്ടില്ല. തിരിച്ചു വിളിച്ചപ്പോ പ്രഭു പറഞ്ഞു ഇങ്ങനെ, മാതാജി ഞാൻ അങ്ങനെ ക്ലാസ്സിന് വിളിച്ചതാണെന്ന്. അപ്പൊ ഉം, ആ, പെട്ടെന്ന് പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ കഞ്ചിക്കോടിലെ തിരക്കായിരുന്നു, അപ്പൊ എന്നാ മാതാജി ഗുരുമാരനെ കുറിച്ച് പറഞ്ഞോളൂ. അപ്പൊ എനിക്കത് അതിശയായി. ഗുരുവായൂർ ചെന്നാ ശരി, നീ മതിവരോളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എന്റെ ഭക്തനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞിട്ടും അതെ, ഞങ്ങൾ ആദ്യമായിട്ട് കാർഗർ ടെമ്പിളിൽ പോകണം, ബോംബെ വെച്ചായിരുന്നു റിസപ്ഷൻ. അവിടെ വെച്ചു അതെ കേട്ടോ. ഞങ്ങൾ ബോംബെയിൽ എത്തിയപ്പോ ഗുരുമാജ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല, ആക്ച്വലി ഞാൻ ട്രാൻസ്ലേഷൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ കാർഗർ കാർഗർ നമ്മൾ ബോംബെയിലാണെന്നുള്ള ഒരു അറിവ് പോയില്ല എനിക്ക്. അവിടെ എത്തിയപ്പോഴാണ് വേറൊരു പ്രഭു അവരുടെ മോളും ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ പ്രസാദത്തിന് വിളിച്ചിരുന്നു. കാർഗർ ടെമ്പിളിന്റെ അടുത്താണ്. ഞങ്ങളെ എല്ലാവരും അവിടെ വിളിച്ചിരുന്നു. ഏകാശി ഇത് ഏകാശി ദിവസം വരുന്നു, ഏകാശി പ്രസാദം തരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏകാശിക്കല്ല, ഞങ്ങൾ ദ്വാദശിക്കാ പോയത്. അപ്പൊ ആ കുട്ടി മോള് ചന്ദനം വരാൻ പറഞ്ഞ് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ അവർ അച്ഛനായിട്ടുള്ള വീര ഗോവിന്ദപ്രഭു പറഞ്ഞു ഇങ്ങനെ, മാതാജി എത്ര ബ്ലസ്ഡ് ആണ് നിങ്ങള്. എല്ലാ സീനിയർ ഡിസൈപ്പിൾസും അവരുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ ഗുരുമാജ് എവിടെയാണെങ്കിലും അങ്ങോട്ട് പോയിട്ട് ബ്ലെസ്സിങ്സ് വാങ്ങിക്കൊടുക്കും. ഇതിപ്പോ ഗുരുമാജ് നിങ്ങൾ വരുന്ന പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് മനം കുളിർത്തു. അത് അന്നും അതെ, ആദ്യ ഗുരുമാജിനെ കാണുമ്പോൾ ഉറങ്ങിയില്ല പറഞ്ഞ പോലെ എനിക്ക് ഉറക്കേ വന്നില്ല. എന്നിട്ട് ഞങ്ങള് ഓടുകയാണ് കാണാൻ. അപ്പൊ ഈ കുട്ടികൾ തലേ ദിവസം ഇവരത്ര സീരിയസ് അല്ലല്ലോ, ചെറുപ്പം തൊട്ടത്തിലുള്ളതുകൊണ്ട് യമനിയമങ്ങളും ജപവും ഒക്കെ ഉണ്ട്, ഏകാദശി എടുക്കും. ഇവര് ഡ്രൈവിനൊക്കെ പോയി. പുതിയ കല്യാണം കഴിഞ്ഞു എന്റെ മോനും മരുമകളും, അതെ എന്റെ മോളും, അവര് പോയി. ഇതൊന്നും അറിഞ്ഞിട്ടല്ല. പിന്നെ അവര് സമയത്തിന് വരുമോ അതൊന്നും അറിയില്ല. അപ്പൊ ഞാനും എന്റെ പ്രഭുവും വിചാരിച്ചു ഞങ്ങള് നേരത്തെ പോകണം, പോയിട്ട് ഭാഗവതം ക്ലാസ്സും എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോ എനിക്ക് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരും. എനിക്ക് താഴെ ഇരിക്കാനൊന്നും പാടില്ല പറഞ്ഞു ഡോക്ടർ, എന്നാലും ഇരുന്നു. കാരണം ദൂരെ ഇരുന്ന് എന്നെ ഗുരുമാജ് കണ്ടില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ തേർഡ് റോയിലൊക്കെയാണ്. അപ്പൊ ഗുരുമാജിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഗുരുമാജ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ എക്സ്പ്രഷൻ അറിയും നമ്മളെ, ഇത് അറിയൂല, അതിന്റെ ഒരു വിഷമം. പിന്നെ ഞാൻ വിചാരിച്ചു ഗുരുമാജ് ഇതുപോലെ എന്റെ ആ കുട്ടികൾക്ക് ഇതിന് ഭാഗ്യമുണ്ടോ എന്തോ ഗുരുമാജിനെ വന്ന് കാണാൻ. എനിക്ക് അറിയില്ല ഗുരുമാജ്, അല്ലെങ്കിൽ അവരെ മനസ്സിലായാലും ഞാൻ അവർക്ക് വേണ്ടി ബ്ലെസ്സിങ് ചോദിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ്സും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഭാഗവതം കഴിഞ്ഞതും പ്രസാദത്തിന് ക്യൂ ഗുരുമാജ് തരികയാണെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഗുരുമാജ് റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ വേറെ ഉള്ളവരൊക്കെ പറഞ്ഞു ഗുരുമാജിനെ റൂമിൽ പോയി വേണ്ടവർ കാണണം. ഞങ്ങൾ അവിടെ വേറൊരു ബിൽഡിംഗ് ആണ്, പാർക്കർ ടെമ്പിൾ വളരെ വലുതാട്ടോ. അപ്പം ഞങ്ങൾ അതിലേ പോയപ്പോ എല്ലാവരും കൊറിഡോറിൽ നിൽക്കണ്ട, ഗുരുമാജി ഇനി ഇന്ന് മായപ്പൂര് ഫ്ലൈറ്റിൽ പോകുമ്പോഴേ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാൻ നിൽക്കണ ഈ കുട്ടികൾ വരാത്ത ടെൻഷൻ. അപ്പോഴാണ് മഹാവരാഹ പ്രഭുവിനെ കണ്ടു എന്റെ പ്രഭു. പെട്ടെന്ന് പോയി ഇവര് അബുദാബിയിലൊക്കെ ഇരിക്കുമ്പോ കണ്ട ഒരു പരിചയത്തില് മഹാവരാഹ പ്രഭുവിനോട് ഇന്നതാണ് കാര്യം, എല്ലാവരും കേറില്ല, എന്റെ കുട്ടികൾ ഇപ്പൊ വന്ന് അവരെ ഒന്ന് കയറ്റും. അപ്പൊ ഇവര് വന്നു കേട്ടോ, വന്നു തിലകടിച്ചു മറ്റുള്ള ഡിസൈപ്പിൾസ് ഒക്കെ. അങ്ങനെ അപ്പൊ ശരി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. പ്രഭു എന്നല്ല, കുറച്ചു പേർക്ക് കാരണം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അതൊരു ബ്ലെസ്സിങ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പ്രഭു സമയമായ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ ഓർമ്മ വരുമ്പോ. ഇനിയുണ്ടോ ടൈം? ഞാൻ അതുവരെയും വിളിക്കാം 5 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടോ മാതാജി? 5 മിനിറ്റോ? യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഗുരുമാജ് കോയമ്പത്തൂരൊക്കെ വരുമ്പോ അവിടെ വളരെ ആരോഗ്യത്തോടെ വരുമ്പോ, അന്ന് ഞങ്ങൾ ഗൾഫിലാണ്, എനിക്കറിയില്ല. ഇവിടെയുള്ള ഡിവോട്ടീസ് പറഞ്ഞത് രഥയാത്രയിലൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അപ്പൊ ഗുരുമഹാരാജ് കി ജയ് പറഞ്ഞു. ഗുരുമഹാരാജ് ഭയങ്കര ഒരു ചക്രവർത്തിമാരിയാണ് രഥത്തിലിരിക്കുക. അപ്പൊ ഓ അവിടെയുള്ള തമിഴർക്കൊന്നും അറിയാതെ ഓ ഇവരുടെ മഹാരാജാവാക്കും എന്നൊക്കെ പറയുന്നു. കാരണം അവർക്ക് എന്താ കുയ്യൂന്നൊന്നും അറിയാതെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഞങ്ങള് നാട്ടിൽ വന്ന് കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി ഞാൻ ആദ്യം തൃശ്ശൂരായിരുന്നു, ഇപ്പൊ ഞാൻ പാലക്കാടാണ് കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കുമ്പോ ഞങ്ങള് ഇതുപോലെ കോയമ്പത്തൂർ രഥയാത്രയ്ക്ക് പോയി. അപ്പൊ ഗുരുമാനൊക്കെ ദൂരെ നിന്ന് കാണുള്ളൂ. അപ്പൊ എന്റെ മോനൊക്കെ കണ്ണിൽ വെള്ളം, കാരണം അവരൊക്കെ ഒന്നിച്ച് ഫോട്ടോ എടുക്കും, അങ്ങനെയായിരുന്നു, സെൽഫി എടുക്കും പറഞ്ഞ പോലെ. അപ്പൊ അയ്യോ അമ്മ ഗുരുമലേനൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസ മാറാൻ പോകുമ്പോ അവിടെ വരും ഗുരുമരാജ്, നമുക്ക് ചിലപ്പോ ആദ്യം കിട്ടും സേവ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞില്ലേ ഞാൻ തൃശ്ശൂർക്ക് വന്നു. അവൻ കോളേജില് ഹോസ്റ്റലിലാണ്, ഞാനും മോളും തൃശ്ശൂരായിരുന്നു ഫ്ലാറ്റില്. അപ്പൊ പെട്ടെന്ന് കണ്ണൂർ രഥയാത്രയ്ക്ക് ഗുരുമേജ് വരുന്നില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്.
പിന്നെ ഒരു സീനിയർ മാതാജി വിളിച്ചിട്ട് വരുന്നുണ്ട്, ഞങ്ങളൊക്കെ സേവയ്ക്ക് പോണ്ട്, വരുന്നുണ്ടോ ചോദിച്ചു. എനിക്ക് വിഷമമായി, കാരണം മോളെ ഇട്ടിട്ട് എനിക്ക് 2-3 ദിവസം എവിടെയും താമസിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും മാതാജി, അപ്പൊ നിങ്ങൾ ആ ദിവസം ഇനി വരൂ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെങ്കിലും കിട്ടുമ്പോൾ ഗുരുമരാജ എനിക്ക് അതെങ്കിലും തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴുണ്ട് മോന് പെട്ടെന്ന് വിളിക്കണു വൈകുന്നേരം. ഇപ്പൊ അമ്മ ഞാൻ വരികയാണ്, കോയമ്പത്തൂർ എന്തോ ഒരു സ്ട്രൈക്ക് കാരണം 2-3 ദിവസം കോളേജ് ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു, കുട്ടാ മോനെ, നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് പ്രാർത്ഥിച്ചല്ലേല്ലോ, അപ്പോഴേക്കും ഗുരുമരാജ് കണ്ണൂര് വരികയാണ്, ഇപ്പൊ എനിക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ തരില്ല. അമ്മ ധൈര്യമായിട്ട് പോയിക്കോ, ഞാനുണ്ടല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവിടെ കണ്ണൂരിലൊരു റിസോർട്ടില് ഏതോ അതൊരു ആത്മീയ ലോകമാണ്. കണ്ണൂർ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയില്ല. ഗുരുമരാജ് ഞങ്ങൾ പോയി സേവിച്ചു. 3 ദിവസം ഞങ്ങള് എല്ലാവരും, ശശിപ്രഭു, ഭക്തിവിനോദ് മഹാരാജ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു തറവാട്ടില് അച്ഛനും അമ്മയും മക്കളും പോലെ കേട്ടോ അവിടെ. അപ്പൊ എനിക്ക് അതിശയമായി, ഞാൻ തന്നെയാണോ എനിക്ക് എല്ലാവരുടെയും മേഴ്സി കൊണ്ട് അവിടെ സേവയൊക്കെ കിട്ടി. ഗുരുമരാജ് ഞങ്ങളോടൊക്കെ സംസാരിക്കും. അങ്ങനെ അതുപോലെ അവിടുത്തെ ആ ഗാർഡ് ഞങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് ഓടി വന്ന്, കാരണം ഗുരുമേന്റെ ഡ്രസ്സ് ആരെ കഴിയുമ്പോഴേക്കും ഞാൻ തട്ടിപ്പറിച്ചു എടുത്തിട്ട് പോകുമ്പോൾ വേറൊരു പ്രഭു പിന്നാലെ വന്നിട്ട് അയ്യോ മാതാജി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ, അല്ല പ്രഭു എനിക്ക് കഴുകാൻ, അതല്ല ലങ്കോട്ടി അറിയാതെ പെട്ട് ഗുരുമരാജ് അറിഞ്ഞ വഴക്ക് പറയും, കാരണം മാതാജീസിന് കൊടുക്കില്ല. അപ്പൊ അതൊന്നും അറിയില്ലല്ലോ, അതൊക്കെ എടുത്തിട്ട് ബാക്കി തന്നു. അപ്പൊ ഒരു ഗാർഡ് ഓടി വന്നിട്ട് ഞാൻ കഴുകുമ്പോ ചോദിച്ചു, ഇത് ആരാണ് ഇങ്ങനെ മഹാരാജാവ് എന്നൊക്കെ പറയണു, ഇന്നത്തെ കാലത്ത് രാജാക്കന്മാരുണ്ടോ, അതുപോലെ ഇവര് സന്യാസികളെന്ന് മനസ്സിലായി, കാവ്യെടുത്ത് എന്താ ഇതിന്റെ ഞാൻ പറഞ്ഞു, ഒന്നും ഒരു വാക്കിൽ ഒതുക്കേണ്ടതല്ല, പോയിട്ട് നമസ്കരിക്കൂ കാലില്, അപ്പൊ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്കും ഗുരുവിനെ എടുക്കണം പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് കാലിൽ വിട്ട് എനിക്ക് ഗുരു വേണമെന്ന് മലയാളത്തിൽ. അപ്പൊ എന്താ പറയണേ ചോദിച്ചു ഗുരുമരാജ്. അപ്പൊ അവിടെ ശശി പ്രഭു ആരോ ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇങ്ങനെ ഗുരുമരാജ് ഹി വാണ്ട് ടു ടേക്ക് ഇനീഷ്യേഷൻ. അപ്പൊ എവിടുത്തെയാണ് എന്താണ്, അപ്പൊ ഇവിടെയുള്ള ഏതെങ്കിലും യാത്രയിൽ പങ്കെടുക്കൂ, സാധനം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വേറെ ഡിവോട്ടീസിന്റെ ഒക്കെ എനിക്ക് പറയാൻ, അവര് ഷെയർ ചെയ്തതും. അപ്പൊ അങ്ങനെ ഇതുപോലെ യൂട്യൂബിലൊക്കെ ഗുരുമരാജന്റെ ഇതൊക്കെ വരുമല്ലോ, എല്ലാവരും ഓഫറിങ് എഴുതണം പറഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഞങ്ങൾ പറഞ്ഞ വീഡിയോ ശ്യാമദേശിൽ എല്ലാവരും കൂടി എടുത്തിട്ട് അബുദാബിയില്, ശ്യാമദേശ് പറഞ്ഞ ഷാർജ കേട്ടോ, ഗുരുമരാജ് എല്ലാവർക്കും സ്ഥലങ്ങൾക്ക് പോലും ഇനീഷ്യേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എന്താണ്, ഞാൻ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഗുരുമരാജന്റെ ഏറ്റവും താഴ്ന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ശിശുവായിട്ടുള്ള ഡിസൈപ്പിളാണ് ഞാൻ. അങ്ങനെ ഗുരുമരാജന്റെ കാരുണ്യം കൊണ്ട് ഇതുവരെ എത്തിച്ചു. ഇനിയും അത് ഗുരുമരാജ് എനിക്ക് അങ്ങയുടെ സേവയിൽ എന്നും വ്യാപൃതമാവണം, എന്റെ കുട്ടികൾക്ക് ദീക്ഷ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതുപോലെ ഗുരുവിനെ കിട്ടാനിടയാവട്ടെ. ഹരേ കൃഷ്ണ, ഹരി ഓം തത്സത്ത്. അങ്ങനെ എന്തെങ്കിലും പിഴവൊക്കെ ഉണ്ടെങ്കിൽ അത് എന്റെ കുറ്റമാട്ടോ. ആർക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും പറയണം, ഫ്രം ദ ഹാർട്ട്, ഗുരുമരാജന്റെ മേഴ്സിയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇങ്ങനെ ടൈമിന് നമ്മൾ നിർത്തണം, ഡ്രാഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൽ ഞാൻ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. അവസരം തന്നതിന് പ്രഭുവിന് എത്ര നന്ദി പറഞ്ഞാലും പോരെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗുരുമരാജ് അപ്പോ പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ നമ്മളെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ അരീക്കോട് കൃഷ്ണ. രഥയാത്ര പ്രജേഷ് പ്രഭുവിന്റെ അവിടെ മാതാജി വരണം. സൗദ മാതാജി പറഞ്ഞില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുടങ്ങി മാതാജി, നിർത്തിയിട്ട് വേണം പറയാന്ന് വിചാരിച്ചിരിക്കായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. മാതാജി കഞ്ചിക്കോട് പ്രഭു വരും മാതാജി. ഹരേ കൃഷ്ണ. എന്താ കഞ്ചിക്കോട് ഞങ്ങൾ വരാം, പ്രഭുജിയൊക്കെ വരും. കഞ്ചിക്കോടൊക്കെ വരാം അല്ലേ? ആദിപ്രഭു എല്ലാരും വീഡിയോ ഓൺ ചെയ്താലേ എനിക്ക് ആരാ എന്താ പറയണെന്ന് അറിയില്ലോ. ആരും വീഡിയോ ഓൺ വരണം. 3-ാം തീയതി രഥയാത്ര. അതെ, നമ്മള് പോണ്ട്. പ്രഭു വിളിച്ചു പോണം. അതെ, ഹരേ നിങ്ങൾ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം ശരി മാതാജി. ശരി, പ്രണാമ. ഞങ്ങള് പോണ്ട് അരിക്കോട്. നമ്മുടെ ഹരേ മുരാരി കൃഷ്ണ. പ്രഭുവിന്റെ മേഴ്സി. ഞാൻ ഇന്ന് പോകും. ഇന്നേ പോവോ? ഇന്ന് പോകും. അവിടെ സേവണ്ട് മാതാജി ഇഷ്ടം പോലെ. ഹരിപോൽ. പിന്നെ സേവ കിട്ടിയ വിടുകയല്ലോ നമ്മുടെ നമ്മള്. തൊട്ടടുത്താണ് നരസിംഹഭഗവാന്റെ ടെമ്പിള്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ മുറ്റത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഭഗവാന്റെ അമ്പലം. അപ്പൊ പോവാൻ സമയമായി. ഹരേ കൃഷ്ണ ശരി, മാതാജി. താങ്ക് യു ഹരേ സോ കൃഷ്ണ. മച്ച്. നമുക്ക് എന്താ പറയാ, രാധേ രാധേ. ഇത്രയും ദൂരം രഥോത്സവം ഇത്രയും ഡിവോട്ടീസ് ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പത്മനാഭ ഗ്രൂപ്പ്, പത്മനാഭ സ്വാമി ഇങ്ങനെ ഒരുപാട് ഭക്തജനങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് സത്സംഗം ഹരേ തരുന്നു. കൃഷ്ണ പ്രഭുജി, നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. ഹരേ കൃഷ്ണ. സുശീല മാതാജി നേരത്തെ ഒരു പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ ഇനി സമയം 2 ദിവസം കൂടെ ഉണ്ട്, അത് ആവട്ടെ, എന്നിട്ട് വേണം
നാളെയാണ് കേട്ടോ വരണമെന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 3-ാം തീയതി അല്ലേ? കഴിയുന്നതും വരാൻ നോക്കണം പ്രഭുജി. ആ, വെള്ളിയാഴ്ചയാണ്, 3-ാം തീയതി. 3-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഓക്കെ. രാവിലെ 7 മണിക്ക് ഞങ്ങള് പുറപ്പെടും ഇവിടുന്ന്. അങ്ങനെ ഹരേ പറഞ്ഞു. കൃഷ്ണ. രാത്രി ഹരേ കൃഷ്ണ. നമ്മുടെ പൂജാ സമയമായി. ഏകാദശി ബ്രേക്കിംഗ് ടൈമായി വരുന്നു. ആരും മറക്കരുത്. ആ, ഇപ്പൊ സമയമായതുകൊണ്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എത്ര മണിക്കാ പ്രഭു ബ്രേക്കിംഗ് സമയം? 7:10. ഹരേ കൃഷ്ണ. 7:12. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന മാനസി മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വന്നിട്ട് പുതിയ ഒരുപാട് ഭക്ത ഡിവോട്ടീസ് ഉണ്ട്. അവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ രാമ കൃഷ്ണ